കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസിൽ അതിജീവിതയുടെ സമരത്തിൽ ഒടുവിൽ ഇടപെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരാതി പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ഉത്തരമേഖല IG നിർദ്ദേശം നൽകി. അതേസമയം നീതി ഉറപ്പാക്കുന്നതുവരെ സമരം തുടരുമെന്ന് അതിജീവിത പറഞ്ഞു. നീതി തേടി ICU പീഡനക്കേസിലെ അതിജീവിത പോരാട്ടം ശക്തമാക്കിയ സാഹചര്യത്തിലാണ് ഒടുവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ. അതിജീവിത നൽകിയ പരാതിയിൽ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തരമേഖല IGക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതിൽ സന്തോഷമുണ്ടെന്നും എന്നാൽ നീതി കിട്ടുന്നതുവരെ സമരം തുടരുമെന്നും അതിജീവിത വ്യക്തമാക്കി. ഞാൻ കൊടുത്ത പരാതി അന്വേഷിക്കാനും പിന്നെ ഈ പ്രീതിയുടെ റിപ്പോർട്ട് വാങ്ങിത്തരാനുമാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇവിടെ എന്നെ പുറത്ത് ഒരു കാഴ്ചവസ്തുവാക്കി നിർത്തിയിരുന്നല്ലോ ആദ്യം പരാതി കൊടുക്കാൻ വന്ന സമയത്ത്. അപ്പോൾ അതിനെ ഒക്കെ പരാമർശിച്ച് ഞാൻ ഒരു പരാതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ അന്വേഷിക്കാൻ IGക്ക് ഒരു ഉത്തരവാണ് അവർ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ സമരം തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഒരു മറുപടി കിട്ടിയെന്ന് വിചാരിച്ച് ഞാൻ സമരം അവസാനിപ്പിക്കില്ല. റിപ്പോർട്ട് കിട്ടിയാലേ സമരം അവസാനിപ്പിക്കുള്ളൂ. ഞാൻ ഒരു പ്രതീക്ഷ ഉണ്ട്. എന്തായാലും ഞാൻ IGനെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. അവരെ കണ്ടു കഴിഞ്ഞിട്ട് ബാക്കി എന്താണ്. അതിജീവിതയുടെ പരാതി, അന്വേഷണ റിപ്പോർട്ട് എന്നീ വിഷയങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ അതിജീവിത നടത്തുന്ന അനിശ്ചിതകാല സമരം ഇന്നേക്ക് 4 ദിവസം പിന്നിടുകയാണ്. ജനം, കോഴിക്കോട്.